ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം നൽകിയ ആത്മമിത്രം സിസ്റ്റേഴ്സ് ഗ്രൂപ്പിനോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണല്ലോ വിശ്വാസം. ഈ വിഷയത്തെപ്പറ്റി ദൈവവചനത്തിൽ കൂടി നമുക്ക് അല്പം ധ്യാനിക്കാം. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളേണ്ടതും വിലയേറപ്പെട്ടതുമായ കാര്യമാണ് വിശ്വാസം. എബ്രായർ 3:14, 2 പത്രോസ് 1:1. വചനം പറയുന്നു, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അതാണ് വിശ്വാസം എന്ന്. എബ്രായർ 11:1. ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതിനൊരു അടിസ്ഥാനമുണ്ട്, വ്യക്തതയുണ്ട്, തെളിവുകളുണ്ട്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. എബ്രായർ 11:6. അനേകർക്കും ദൈവം എന്നത് ഒരു സങ്കല്പമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാണ്. മനുഷ്യരെല്ലാവരും തന്നെ അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന ഏതിലെങ്കിലും വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് സത്യമായതിൽ തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം വിശ്വാസം വ്യർത്ഥമായി പോകുന്നു. സത്യമായത് ദൈവവിശ്വാസീയമായതും മാറ്റമില്ലാത്തതുമായ ദൈവവചനമാണ്. വചനം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക എന്ന്. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി എബ്രായർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, ജോഷുവേക്കാൾ, അഹരോനേക്കാൾ, യഹൂദ മതത്തിലെ സകല കർമ്മങ്ങളെക്കാളും വലിയവനാണ് എന്ന് കാണാം. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. റോമർ 9:5. യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ ആരംഭവും മരിച്ചവരിൽ നിന്നും ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അവനിലാണ്. കൊലോസ്യർ 1:14, 2:9. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ അല്ലാതെയുള്ള വിശ്വാസമെല്ലാം വ്യർത്ഥമായി തീരും. 1 കൊരിന്ത്യർ 15:14. ഇപ്രകാരം വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു യേശുക്രിസ്തു ആകയാൽ അവനിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വെച്ചുകൊള്ളേണ്ടത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, വഴിയും സത്യവും ജീവനും യേശുക്രിസ്തു തന്നെ എന്ന്. യോഹന്നാൻ 14:6. വചനമെന്നാൽ യേശുക്രിസ്തു ആണ്. യോഹന്നാൻ 1:1, വെളിപ്പാട് 19:13. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകൾ പാപക്ഷമയും നീതീകരണവും തന്നിമിത്തം ദൈവത്തോടുണ്ടാകുന്ന സമാധാനവുമാണ്. 1 യോഹന്നാൻ 1:7, റോമർ 5:1. മാത്രമല്ല പുത്ര പദവി ലഭിക്കുന്നു. യോഹന്നാൻ 1:12. വഴിനടത്തൽ ഉണ്ടാകുന്നു. റോമർ 8:14. നിത്യജീവൻ ലഭിക്കുന്നു. യോഹന്നാൻ 6:40. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കി വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇനിയും അവനിൽ വിശ്വസിക്കാത്തവർക്ക് സമയം തക്കത്തിൽ വിനിയോഗിച്ച് വിശ്വസിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.